ഹലോ കൂട്ടുകാരെ, ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഇൻഫർമേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കെല്ലാം ഒരു ഉപകാരം കിട്ടുന്ന വീഡിയോ ആണിത്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, അമേരിക്കയിൽ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. നമുക്കൊരു ലാബ് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കാണണം, പെട്ടെന്നൊന്ന് കാണണമെന്നൊക്കെ തോന്നിയാൽ നമ്മൾ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് ഫോൺ ചെയ്താൽ നമ്മൾ 2 മാസമോ 3 മാസമോ ഒക്കെ ചിലപ്പോൾ അത് 6 മന്ത് വരെയൊക്കെ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും എങ്ങനെയാണ് ലാബ് ചെയ്യണമെങ്കിൽ പോലും നമ്മുടെ പ്രൈമറി കെയർ പ്രൊവൈഡറിനെ വിളിച്ചാലും നമ്മൾ മിനിമം 1 മാസമെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അപ്പോയിൻമെൻറ്റ് കിട്ടുകയുള്ളൂ. ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് എൻ്റെ HbA1c ഒന്ന് ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ കാരണം HbA1cയും കൊളസ്ട്രോളൊക്കെ എനിക്ക് കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണമെന്ന് തോന്നിയപ്പോൾ ഞാൻ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് എൻ്റെ പ്രൈമറി പ്രൊവൈഡറിനെ വിളിച്ചപ്പോൾ എനിക്ക് 2 മന്ത്സ് കഴിഞ്ഞിട്ടാണ് എൻ്റെ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് അവർ തന്നത്. അപ്പോൾ ഞാനിങ്ങനെ എങ്ങനെ ഇതെന്ത് ചെയ്യും, ഈ 2 മാസം വരെ വെയിറ്റ് ചെയ്യണമല്ലോ എന്നോർത്ത് വിഷമിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് എൻ്റെ ഫ്രണ്ട് എന്നെ ഫോൺ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സങ്കടമൊക്കെ അവളുമായിട്ട് ഷെയർ ചെയ്തപ്പോഴാണ് എനിക്കൊരു സൊല്യൂഷൻ അവൾ പറഞ്ഞു തന്നു. നമുക്ക് ഇബിൻസിന ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി ക്ലിനിക്ക് എന്ന് പറഞ്ഞൊരു ക്ലിനിക്കുണ്ട്. അത് ഹോസ്റ്റലിൽ 6 സ്ഥലത്തോളം നമുക്ക് നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട്. അത് എൻ്റെ അടുത്ത് ഒരു 13 മിനിറ്റ് ട്രാവൽ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് പോയാൽ, അതായത് മിസൂറി സിറ്റിയിൽ തന്നെ ഈ ഇബിൻസിന ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി ക്ലിനിക്കുണ്ട്. അതുപോലെ ഡെൻ്റൽ ക്ലിനിക്കുണ്ട്, മെഡിക്കൽ ക്ലിനിക്കുണ്ട്, ആസ് വെൽ ആസ് പീഡിയാട്രിക് ക്ലിനിക്കും ഉണ്ട്. അപ്പോൾ മേഴ്സിക്ക് വേണമെങ്കിൽ അപ്പോയിൻമെൻറ്റ് ഇല്ലാതെ തന്നെ അവർ നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം കേട്ടപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോയിൻമെൻറ്റ് ഇല്ലാതെ നോക്കുന്ന ഒരു സ്ഥലം ഞാൻ ഇന്ന് വരെ അമേരിക്കയിൽ കേട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അവളുടെ അടുത്ത് പറഞ്ഞ് അവളവിടെ പോയിട്ടുള്ളതാണ്. അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ ഒത്തിരി നല്ലതാണ്. ഇന്ത്യൻ ഡോക്ടേഴ്സ് തന്നെ കുറേ പേരിങ്ങനെ ഒരു ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ ഇൻഷുറൻസ് ഒരു നിർബന്ധമല്ല. പിന്നെ കൺസൾട്ടൻറ്റ് ഡോക്ടർമാർ, അതായത് സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരെ കാണണമെങ്കിൽ പോലും നമുക്ക് $59 മാത്രം കൊടുത്താൽ മതി, ഇൻഷുറൻസ് ഇല്ലാതെ കാണുകയും അതുപോലെ തന്നെ വേണ്ട ട്രീറ്റ്മെൻറ്റും ലാബ്, എക്സ്റേ, അൾട്രാസൗണ്ട്, EKG ഇതൊക്കെ അവിടെ അവൈലബിൾ ആണെന്ന്. അപ്പോൾ തന്നെ ഞാൻ അവരെ ഫോൺ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇവിടെ അപ്പോയിൻമെൻറ്റ് സിസ്റ്റം ഇല്ല, നാളെ രാവിലെ തന്നെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്പോയിൻമെൻ്റ് ഒന്നുമില്ലാതെ ഇതൊന്ന് കാണാമെന്ന് കരുതി ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ക്ലിനിക്കിൽ പോയി. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 10 മണിയായിരുന്നു. അപ്പോഴേക്കും ആ സ്ഥലത്ത് നിറച്ചു ആൾക്കാരാണ്. കാരണം 9 o'clock ഈ ക്ലിനിക്ക് ഓപ്പൺ ചെയ്യും, 5 o'clock ഇത് ക്ലോസ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ഇൻഷുറൻസ് ഇല്ലാതെ തന്നെ ഇവരെ സേവനം ചെയ്യുന്നത് കൊണ്ട് ഒത്തിരി ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ചെന്നിട്ട് വേണം, നമ്മുടെ പേര് അവർ രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് നമ്മളോട് അവിടെ വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 1/4 മണിക്കൂറോളം ഞാൻ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു നേഴ്സ് വിളിച്ചിട്ട് എൻ്റെ വൈറ്റൽ സയൻസ് ചെക്ക് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ഹിസ്റ്ററി, നമ്മുടെ പിന്നെ മെഡിക്കൽ ഹിസ്റ്ററികളും കാര്യങ്ങളൊക്കെ ഒരാൾ ചോദിച്ചു. ഹൈറ്റ് ആൻഡ് വെയിറ്റ് എടുത്തു. അതിനുശേഷം എന്നെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടിക്കാനുണ്ടായത്. ഒരു 11:30 കൂടി എൻ്റെ ലാബ് വർക്കും ചെയ്ത് ഡോക്ടറിനെയും കാണിച്ച് ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ എനിക്കത് ഒത്തിരി സന്തോഷം തോന്നി. കാരണം എനിക്ക് പെട്ടെന്ന് തന്നെ ഞാൻ ഉദ്ദേശിച്ച പോലെ എൻ്റെ ലാബൊക്കെ ചെയ്യാൻ പറ്റി. ലാബാണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ ചെയ്ത റിസൾട്ടൊക്കെ നമുക്ക് ഇമെയിലായിട്ട് അയച്ചു തരും. അതുകൂടാതെ നമുക്ക് അവരുടെ സൈറ്റിൽ കയറി നമുക്ക് അവർ തരുന്ന യൂസർ നെയിമും പാസ്വേഡൊക്കെ ഇട്ട് നമുക്ക് അവിടെ നമുക്ക് നോക്കിയാലും നമ്മുടെ റിപ്പോർട്ട്സ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ എനിക്കൊരു പിന്നെ സന്തോഷമായിട്ട് തോന്നി. കാരണം ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ലാബ് ചെയ്യാനെല്ലാം നമുക്ക് പറ്റും. ഒരു അപ്പോയിൻമെൻറ്റിൻ്റെ ആവശ്യമില്ലാതെ ജസ്റ്റ് അവിടെ ചെന്നാൽ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ അടുത്ത് ഞാൻ ഷെയർ ചെയ്തു. അപ്പോൾ അവരൊക്കെ പറഞ്ഞു, മേഴ്സി നീ ഇതൊരു വീഡിയോ ആയിട്ട് ഇടണം, കാരണം പലരും നോക്കുന്ന ഒരു കാര്യമാണിത്. കാരണം പ്രത്യേകിച്ചും ഈ പേരൻസിനെയൊക്കെ നാട്ടിൽ നിന്നും കൊണ്ടുവരുന്ന ആൾക്കാർക്ക് ഒത്തിരി ബ്ലെസ്സിങ് ആണ് മേഴ്സി ഈ കാര്യം ഷെയർ ചെയ്തൊരു വീഡിയോ ഇട്ടാൽ. കാരണം നമ്മുടെയൊക്കെ അപ്പനെയും അമ്മേനെയൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർക്കൊന്നും തന്നെ ഇൻഷുറൻസ് ആരും എടുക്കത്തില്ല. കാരണം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഫൈനാൻഷ്യലി ഒത്തിരി നമ്മൾ പേയ്മെൻറ്റൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അവർ തിരിച്ചു പോകുന്ന ആൾക്കാരുമാണല്ലോ. അപ്പോൾ ചിലപ്പോൾ ആവശ്യമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എടുക്കുന്നത് വേസ്റ്റ് ആവുകയും ചെയ്യും. അതുകൊണ്ട് ഇൻഷുറൻസ് ഇല്ലാതിരിക്കും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആയിരിക്കാം, ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചിലപ്പോൾ അവർക്ക് പെട്ടെന്ന് ഒരു തലയിറക്കം വന്നു, അല്ലെങ്കിൽ ഒന്ന് അവർ വീണു, അല്ലെങ്കിൽ ഒരു നെഞ്ചുവേദന വന്നു. അങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഇവിടുത്തെ ഡോക്ടറിനെ വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്ത് കാണിക്കുമ്പോഴേക്കും ചിലപ്പോൾ ആളങ്ങ് സ്വലോകത്തെത്തിയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് എളുപ്പത്തിൽ പോയിട്ട് പെട്ടെന്ന് തന്നെ ഇപ്പം അന്ന് അസുഖം വന്നു അന്നേ ദിവസം, അതായത് രാവിലെ 9 തൊട്ട് മൺഡേ ടു ഫ്രൈഡേ ഈ ക്ലിനിക്ക് വർക്കിംഗ് ആണ്. നമ്മൾ ഡയറക്റ്റ് ചെല്ലുന്നു. അപ്പോൾ അവിടെ NP ആയിരിക്കും നമ്മളെ ആദ്യം കാണുന്നത്. അപ്പം ഇൻഷുറൻസ് ഉള്ളതും അവിടെ അക്സെപ്റ്റബിൾ ആണ്. ഇൻഷുറൻസ് ഉള്ളവരോട് $30 മേടിക്കും. അപ്പോൾ NP കണ്ടിട്ട് നമുക്ക് ആവശ്യമുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യിക്കും. ഇനി സ്പെഷ്യലൈസ്ഡ് ഡോക്ടറിനെ കാണേണ്ട ഒരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ NP തന്നെ നമ്മളെ അത് റെഫർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടുത്തെ സ്പെഷ്യലിസ്റ്റിൻ്റെ ഒക്കെ പേരുകൾ തരാൻ പറഞ്ഞപ്പോൾ എനിക്ക് അവിടെ നിന്ന് തന്നൊരു പേപ്പറാണിത്. ഇബിൻസിന ഫൗണ്ടേഷൻ ക്ലിനിക്ക്. ഇത് നിങ്ങൾക്ക് കാണാം. ഇതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്ന ഡോക്ടേഴ്സ് ഗൈനക്കോളജിസ്റ്റ്, ഡെർമറ്റോളജിസ്റ്റ്,
സൈക്യാട്രിസ്റ്റ്, ന്യൂറോളജിസ്റ്റ്, എൻഡോക്രിനോളജിസ്റ്റ്, യൂറോളജി, കാർഡിയോളജി, അതുപോലെ തന്നെ പീഡിയാട്രിക് സൈക്യാട്രിസ്റ്റ് ഉണ്ട്, റൊമറ്റോളജി ഡോക്ടേഴ്സ്. ഇത്രയും ഡോക്ടേഴ്സ് നമുക്ക് ഇൻപേഴ്സണലായിട്ട് കാണാം. പക്ഷേ 2 ഡോക്ടേഴ്സ്, അതായത് ഡെർമറ്റോളജിസ്റ്റും എൻഡോക്രിനോളജിസ്റ്റിനെയും നമുക്ക് ഇൻപേഴ്സണലി കാണാൻ പറ്റില്ല, വീഡിയോ കോൾ ആയിട്ട് കാണാൻ പറ്റും എന്നാണ് അവർ പറഞ്ഞത്. കാരണം ഇതൊക്കെ തന്നെ മറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സാണ്. ജസ്റ്റ് വിസിറ്റിംഗ് ആയിട്ട് അവർ വരുന്നതാണ് ഇവിടെ. അപ്പം നമ്മളൊരു $59 പേയ്മെൻറ്റ് ചെയ്താൽ ഇൻഷുറൻസ് ഇല്ലാതെ തന്നെ നമുക്കിവരെ കാണാൻ പറ്റും. അപ്പോൾ ഇവർ ലാബും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള ടെസ്റ്റ് ചെയ്ത് ആവശ്യമുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് തരികയും ചെയ്യും. അപ്പോൾ ഇത് ഒത്തിരി ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. പ്രത്യേകിച്ച് ഹോസ്റ്റലിലൊക്കെ ഉള്ളവർ, മലയാളികളായിട്ടുള്ളവരും, ഈ റീസെൻ്റായിട്ട് അമേരിക്കയിലേക്ക് വന്നിരിക്കുന്നവരും, അതുപോലെ ചെറിയ സാലറിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒരു ബെനിഫിറ്റ് ആണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം. അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. അതുപോലെ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ലൊക്കേഷൻസ് അറിയാം. ഞാനിപ്പോൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ 6 ലൊക്കേഷൻ നമ്മുടെ അടുത്ത് തന്നെയായിട്ട് ഇതുണ്ട്, ഈ ബിൻസിന ഫൗണ്ടേഷൻ ക്ലിനിക്കിൻ്റെ. അപ്പം എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ട്, ഇപ്പോൾ അഡ്മിഷനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ മെത്തഡിസ്റ്റിലോട്ടും സെല്ലൂക്കിലോട്ടും ഒക്കെ ആയിട്ട് അവർക്ക് കയ്യൊപ്പുള്ള ഹോസ്പിറ്റലാണ്. അപ്പം ഒത്തിരി ഒരു നല്ല ഹോസ്പിറ്റലായിട്ട് എനിക്ക് തോന്നി. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കാണിക്കുമ്പോൾ എങ്ങനെയാണോ അതുപോലെയുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. രജിസ്ട്രേഷനിലാണെങ്കിലും നമ്മൾ എഴുതുന്ന എല്ലാം ഒന്നും അങ്ങനെ ഒരു ഇലക്ട്രോണിക് ആയിട്ടുള്ളൊരു രീതിയിലല്ല അവർ ചെയ്യുന്നതൊക്കെ. നമ്മുടെ പെന്നും പേപ്പറും രീതിയിലാണ് ഇപ്പോഴും അവരവിടെ മാനേജ് ചെയ്യുന്നത്. അപ്പം എനിക്ക് ഒത്തിരി അത് നാടുമായിട്ടൊരു ബന്ധം തോന്നി അത് ഹോസ്പിറ്റലൊക്കെ കണ്ടപ്പോൾ. നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. മറ്റു സാധാരണ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചെല്ലുന്നു, അപ്പോയിൻമെൻ്റ് ആയിട്ട് കാണുന്നു, ആ സമയത്ത് മാത്രം ചെല്ലുന്നു, അവർ വിളിക്കുന്നു, നമ്മൾ തിരിച്ചു വരുന്നു. വെയിറ്റിംഗ് ഏരിയയിലൊന്നും നമുക്ക് അധികം വെയിറ്റ് ചെയ്യേണ്ട ഒരു കാര്യം വരുന്നില്ല. പക്ഷേ ഇതങ്ങനെയല്ല. നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മൊബൈൽ നോക്കി നമുക്ക് സമയം കളയാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്ക് വായിച്ചൊക്കെ നമുക്ക് ടൈം കളയാവുന്നതേ ഉള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അവരോട് ചോദിക്കുക എപ്പം നമ്മുടെ പേര് വിളിക്കുമെന്നുള്ളത്. ഇപ്പോൾ 1 hour നമുക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് വല്ല ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. തൊട്ടടുത്ത് തന്നെ എല്ലാ കടകളും ഉണ്ട്. ഞാൻ ഇന്നാൾ പോയ ക്ലിനിക്കിൻ്റെ അടുത്ത് ആകാശ് റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറഞ്ഞ റെസ്റ്റോറൻറ്റൊക്കെ അറിയാലോ, വളരെ ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റാണ്. അത് അവിടേക്കൊക്കെ എല്ലാവരും പോകുന്നതാണ്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഈ രജിസ്റ്റർ ചെയ്തതിന് ശേഷം അവിടെ പോകുക, അല്ലെങ്കിൽ വാൾമാർട്ടിൽ അല്ലെങ്കിൽ കോസ്റ്റോയിലോ അല്ലെങ്കിൽ റോസിലോ അവിടെ ഡ്രസ്സ് എടുക്കണമെങ്കിലോ എല്ലാ കടകളും അതിന് ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. നമുക്ക് ഷോപ്പൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പം അങ്ങനെ ആണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതുപോലെ എനിക്ക് ലാബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ റിസൾട്ടിന് വേണ്ടി കുറച്ച് താമസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ അടുത്ത് തന്നെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിലാണ് ഞാൻ പോയിട്ട് ലാബിൻ്റെ റിപ്പോർട്ട് അയക്കുന്നപ്പോൾ തിരിച്ചു ചെല്ലുക ചെയ്തത്. അപ്പം നമുക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം അപ്പോയിൻമെൻറ്റിന് വേണ്ടി വിഷമിക്കുന്നവരന്നും ഇനി മുതൽ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. അതുപോലെ ലാബ് ഒന്ന് ചെയ്യണം, എൻ്റെ HbA1c അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഒന്ന് ചെക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ടും ഒരു 9 മണിയാകുമ്പോഴേക്കും അവിടെ എത്തിപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് തിരിച്ചു വരാം. കാരണം ലേറ്റ് ആകുന്തോറും നമുക്ക് താമസിച്ച് വരുന്നു, വീട്ടിൽ വരാനും നമ്മൾ ലേറ്റ് ആകും. അപ്പോൾ ആദ്യം ചെന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഡോക്ടറെ കണ്ട് തിരിച്ചു വരാം. അതുപോലെ പാർക്കിങ്ങും നമുക്ക് അവിടെ ഒത്തിരി സൗകര്യങ്ങളൊന്നും അങ്ങനെ പാർക്കിങ്ങിന് കണ്ടിട്ടില്ല. പക്ഷേ ഉള്ള സൗകര്യത്തിലൊക്കെ നമുക്ക് നേരത്തെ പോയാൽ നമുക്ക് അതൊക്കെ ഈസി ആയിരിക്കും. അപ്പം ഒരു 9 മണിക്ക് അല്ലെങ്കിൽ 9:30 ആകുമ്പോൾ എത്തക്ക രീതിയിൽ പോയി ഈസി ആയിട്ട് നിങ്ങൾക്ക് 10-10:30 ആകുമ്പോഴത്തേക്ക് വീട്ടിൽ തിരിച്ചെത്താം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.